സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു പകൽക്കാലം നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായി തന്ന ഈ അവസരത്തെ ഒത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ജൂലൈ 10 ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്രകാരം ഒന്നിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ വഹിക്കുന്നതിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത് ജീവൻ്റെ പുസ്തകം എന്ന തലക്കെട്ടോടുകൂടി ആസ്പദമാക്കിയുള്ള ഒരു ചിന്താശകലമാണ്. ജീവൻ്റെ പുസ്തകം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകങ്ങൾ നോക്കുമ്പോൾ അനേക പുസ്തകങ്ങളെപ്പറ്റി പരാമർശിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. സ്മരണയുടെ പുസ്തകത്തെ പറ്റി മലാഖിയുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, യുദ്ധപുസ്തകത്തെ പറ്റി മറ്റൊരു സ്ഥലത്ത് സംഖ്യാപുസ്തകം 21-14 നമുക്ക് കാണുവാൻ കഴിയും. ക്രിയകളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ മറ്റൊരു പുസ്തകം നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെയെല്ലാം അനേക പുസ്തകങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുമ്പോൾ അവിടെ ഒരു പുസ്തകത്തെ വായിക്കാം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവിടെ ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകത്തെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ആദ്യമായി ലോകത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധം അത് സ്വർഗത്തിലാണ് തുറന്നത്. ലോകത്തിലല്ല, സ്വർഗത്തിലാണ്. ആരൊക്കെയാണ്? സാത്താനും മിഖായേൽ ദൂതനുമായിട്ടാണ് ആ യുദ്ധം എന്നറിയാം. എന്തിനാ യുദ്ധം? സാത്താൻ്റെ ആഗ്രഹം അവനെ എല്ലാവരും നമസ്കരിക്കണം അഥവാ ആരാധിക്കണമെന്നാണ് സാത്താൻ്റെ പക്ഷം. എന്നാൽ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്നുള്ള കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അവിടെ കാണുമ്പോൾ നമുക്കറിയാം, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളെ ഉണ്ടാക്കിയവരെ നമസ്കരിക്കുക, ആരാധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സർവ്വലോകത്തെ സൃഷ്ടിച്ചവനായ യഹോവയായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. എന്നാൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിലോ മറ്റിലൊന്നും ഒരു പങ്കാളിയല്ലാത്ത സാത്താനെ ആരാധിക്കണം എന്ന ഒരു ചിന്ത സാത്താൻ്റെ ഹൃദയത്തിൽ വരികയും അവിടെ ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു ആശയപരമായ ഒരു വാക്പോര് നടക്കുകയും അത് മുഖാന്തരം അവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെ വാക്യത്തിൽ വായിക്കുമ്പോഴാണ് സ്വർഗത്തിലെ യുദ്ധത്തെ പറ്റി പറയുന്നത്. അവിടെ ഒരു ശകലം ഇങ്ങനെ പറയുന്നു: അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല, സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥലവും ഇല്ലാതായിപ്പോയി. അതായത് സാത്താന് സ്വർഗത്തിലെ യുദ്ധത്തിൽ ജയിക്കാനും കഴിഞ്ഞില്ല, അവർക്ക് സ്വർഗത്തിലുള്ള സ്ഥാനവും പോയി. അപ്പോൾ സ്വാഭാവികമായും സ്വർഗത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെട്ട സാത്താനെയും കൂട്ടരെയും ഭൂമിയിലേക്ക് തള്ളപ്പെട്ടതായിട്ട് അറിയുന്നു. എന്തിനു വേണ്ടിയാണ് ആ യുദ്ധം തുടങ്ങിയത്? ആരാധനയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വയമേവ എന്നെ ആരാധിക്കണമെന്ന സാത്താൻ്റെ ശാഠ്യത്തിന് വേണ്ടിയാണ് ആ യുദ്ധം നടന്നത്. അതിൽ കൂടി വിജയിക്കാതെ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട് ആ സാത്താൻ ആ സ്വഭാവത്തിൽ നിന്ന് ഒരു അണുവിട അങ്ങോട്ട് മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീണ്ടും ആഗ്രഹം എന്നെ ആരാധിക്കണം, ഈ ലോകത്തുള്ളവരൊക്കെ എന്നെ ആരാധിക്കണമെന്ന ചിന്തയിലാണ് സാത്താൻ വീണ്ടും ഭൂമിയിൽ കഴിഞ്ഞത്. നമുക്കറിയാം, ആദ്യ സഹോദരന്മാരായ കായിനും ഹാബേലും അവർ ആദ്യമായി ഒരു പ്രശ്നത്തിൽ കൂടി അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയനെ സഹോദരനെ കൊന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതെന്തിനു വേണ്ടിയാ? ഒരു ആരാധനയുടെ പേരിലാണ്. ആ യാഗം ദൈവം ഒരു യാഗത്തിൽ പ്രസാദിച്ചില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയുടെ പേരിൽ ലോകത്ത് ആദ്യമായി ഒരു കൊലപാതകം തന്നെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അവിടെയെല്ലാം സാത്താൻ മനുഷ്യൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ, ഈ കാലഘട്ടം നോക്കുമ്പോൾ, ഇന്നും സാത്താനെ സേവിക്കുന്നത് അല്ലെങ്കിൽ സാത്താനെ ആരാധിക്കുന്നതായ ഒരു കൂട്ടം ജനം നമ്മുടെ ലോകത്തുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള വാക്യങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങളോ വചനങ്ങൾക്ക് അപ്പുറമായി ഒരു ആരാധന ചെയ്യുന്നവരെയാണ് അവരെ സാത്താൻ്റെ ആരാധനക്കാർ എന്ന് പറയപ്പെടുന്നത്. എന്താണ് യഥാർത്ഥ ആരാധന നമുക്കറിയാം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ അവിടെ നോക്കുമ്പോൾ 10 കൽപ്പനകളെ കാണുവാൻ കഴിയും. അതിന് 4-ാമത്തെ കൽപ്പന വളരെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു: ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. അന്നാണ് ശബത്തിലാണ് ആരാധിക്കേണ്ടതെന്ന് ദൈവം പറയുമ്പോൾ, അതല്ല
ഞങ്ങൾ ആരാധിക്കുന്നത് മറ്റൊരു ദിവസമാണെന്ന് ഇവിടെ ഷഡിക്കുന്നവരുമുണ്ട്. ആ ആരാധനയാണ് സാത്താന്യ ആരാധന എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറിക്കൊണ്ട് ആരാധിക്കുന്ന ആരാധനയാണ് സാത്താൻ്റെ ആരാധന, അല്ലെങ്കിൽ സാത്താൻ്റെ പ്രേരണയല്ല ആരാധിക്കുന്നത്. എന്തുകൊണ്ട് ശബത്ത് ആരാധിക്കണമെന്ന് ഈ പുതിയ നിയമകാലത്തും ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ശബത്തിലാണ് പള്ളിയിൽ പോയതെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അറിയാൻ കഴിയും. അതായത് കർത്താവായ യേശുക്രിസ്തു എവിടെ ആരാധിക്കാൻ പോയോ, എന്ന് ആരാധിക്കാൻ പോയോ, ആ ആരാധനയാണ് നാം ഓരോരുത്തരും ആരാധിക്കേണ്ടത്. കാരണം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അതിൻ്റെ 18-19 വേദഭാഗത്തിൽ വരുമ്പോൾ, ഞാൻ ഈ ലോകത്തായിരുന്നപ്പോൾ ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾ ചെയ്യണം. അതായത് കർത്താവ് ചെയ്തതുപോലെയൊക്കെയും നമ്മെ ആഹ്വാനവും ചെയ്യുകയാണ് കർത്താവ്. അപ്പം കർത്താവ് ഏത് ദിവസമാണോ ആരാധനയ്ക്ക് പോയത് ആ ദിവസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. അതല്ല മറ്റൊരു ആരാധന ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്? അതൊരു സാത്താൻ്റെ ഇടപെടലാണ്, അല്ലെങ്കിൽ സാത്താന്യ ആരാധനയുണ്ട്. ഈ സാത്താന്യ ആരാധന കൊണ്ട് എന്താ ഗുണം? ഒരു ഗുണമില്ല. എന്നാൽ ഒരു ഗുണം ആർക്കുണ്ട്? ദൈവത്തെ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്ക് ആ ഗുണമുണ്ട്. അവരുടെ ഗുണമെന്ന് വെച്ചാൽ അവരെ ജീവപുസ്തകത്തിൽ അവരെ പേര് കാണും. ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്വർഗത്തിലേക്ക് കടക്കുകയുള്ളൂ. മറ്റുള്ളവരെന്ത് ചെയ്യും? ഒരു ന്യായവിധി വിസ്താര സമയത്ത് അവർ കടന്നു വരേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണമോ, അല്ലെങ്കിൽ ന്യായവിസ്താര സ്ഥലത്ത് നിൽക്കണമോ? ഇത് ചിന്തിക്കേണ്ട ഒരു പാൽക്കാലം കൂടിയാണ് ഇത്. നമ്മൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു കാണിച്ച മാതൃക അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ആരാധിക്കണം. അല്ലാതെ സാത്താൻ്റെ പ്രേരണത്താൽ ഇന്ന് ഞങ്ങൾക്ക് ഒഴിവുള്ള ദിവസമാണ്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഞങ്ങൾക്ക് സൗകര്യം പോലെ ഉള്ള ദിവസം ആരാധിക്കാം എന്നൊരു ആരാധനയില്ല. കർത്താവ് പറഞ്ഞിരിക്കുക എന്നാണോ ആ ദിവസത്തിൽ ആരാധിക്കണം. കർത്താവ് പതിവുപോലെ ശബത്തിൽ പള്ളിയിൽ പോയെങ്കിൽ നമ്മൾ അന്നല്ലേ പോകേണ്ടത്? മറ്റുള്ള പ്രേരണകളൊക്കെയും നമ്മളെ അന്ത്യന്യായവിധിയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊരു തീരുമാനമെടുക്കാം. യഥാർത്ഥ വചനത്തിൽ അടിസ്ഥാനം ഉറച്ചുകൊണ്ട് ആ വചനത്തിൽ പറയുന്നതായ ആരാധനയെ നമ്മൾ പിൻപറ്റിക്കൊണ്ട് സത്യത്തിൽ നിന്ന് ആത്മാവിലുള്ള ഒരു ആരാധന, അത് ആ ആരാധനയിൽ തന്നെ നിൽക്കണം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിക്കുന്ന മാതൃകയിൽ നമ്മൾ ആരാധിക്കണമെന്ന വലിയ വിലപ്പെട്ട ദൂത് ഇന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. ആ ദൂതുമായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് തന്ന ആ വിലപ്പെട്ട ദൂത കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഹൃദയങ്ങളെ സങ്കരിച്ചുകൊണ്ട് കർത്താവേ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീർക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാത്താൻ അവൻ സ്വയമേ അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ആ ആരാധനയുടെ കൂടെ അനേകം പേർ കടന്നു പോകുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളായി ഞങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ത്യനാളിലെ ആ ന്യായവിസ്താരത്തിൽ ഞങ്ങൾ അകപ്പെടാതെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.